ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഹോൾഡേഴ്സിന് ഒരു സന്തോഷ വാർത്തയുമായാണ് കേരള PSCയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതെ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള സീനിയർ ഡ്രില്ലർ എന്ന പോസ്റ്റിലേക്ക് കേരള PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 254/2022 ആണ്. 254/2022. ഇനി ആ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നോക്കൂ, 254/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ കേരള PSC പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക്കോ ബിരുദമോ ആണ്. അതോടൊപ്പം അതിൻ്റെ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 30/7 അല്ലേ, ജൂലൈ 30 ആയിരുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/8/2022, അതായത് ഓഗസ്റ്റ് മാസം 31 ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇനി ഏറ്റവും അട്രാക്റ്റീവായിട്ട്, അതായത് ഡിപ്ലോമ ലെവൽ എക്സാമിനേഷനിൽ അല്ലെങ്കിൽ അത്തരമൊരു നോട്ടിഫിക്കേഷനിൽ നമുക്കറിയാം അതിൻ്റെ ഒരു സാലറി സ്കെയിൽ എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 50,000-ത്തിന് താഴെ അല്ലെങ്കിൽ 40,000-ത്തിന് താഴെയൊക്കെ ഉള്ള ഒരു സാലറി സ്കെയിലാണ് വരാറുള്ളത്. എന്നാൽ ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത തന്നെ അതിൻ്റെ ഉയർന്ന സാലറി സ്കെയിൽ തന്നെയാണ്. നമുക്ക് നോക്കൂ, 45,600 മുതൽ 95,600 രൂപയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ നോട്ടിഫിക്കേഷനോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് 1 എങ്കിൽ നമുക്ക് പ്രീവിയസ് ഇത് നടന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് കിടക്കാം. ലാസ്റ്റ് നടന്ന സീനിയർ ഡ്രില്ലറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അവിടെ നോക്കുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാം നടന്നത് 2016 അല്ലേ, 11/8/2016 എക്സാം നടന്നത്. അപ്പോൾ നടന്ന എക്സാമിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 78 മാർക്കായിരുന്നു. അതായത് 1ാം റാങ്ക് നേടിയ ആൾ കരസ്ഥമാക്കിയാൽ നേടിയ മാർക്ക് എന്ന് പറയുന്നത് 78. അതിലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 57 സോ അതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 28/6/2021 എന്നാൽ അവിടെ ആ വർഷവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വർഷവും 2015 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും നമ്പർ ഓഫ് വേക്കൻസി 1 നമുക്ക് 2021 ആകുമ്പോഴത്തേക്കും ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 19. അത് ഇതേ സിമിലർ കണ്ടീഷൻ തന്നെയാണ് ഏകദേശം ഇപ്പോഴും. 2022 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കറിയാം വേക്കൻസിയും 1 എങ്കിൽ പോലും അതിൽ കൂടുതൽ ഒഴിവുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 2015 വിളിച്ച സ്ഥിതിയിലും ഒരു വേക്കൻസി എന്ന് വിളിച്ചപ്പോൾ 19 അഡ്വൈസ് നടന്നു. സമാനമായ രീതിയിലുള്ളൊരു അഡ്വൈസും ഈ വട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സോ നമുക്ക് ആ ലാസ്റ്റ് 2015 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്കറിയാം. 80 മാർക്കിന് ടെക്നിക്കലും അതുപോലെ തന്നെ 20 മാർക്കിന് ജനറൽ നോളജുമായിരുന്നു നമുക്ക് സിലബസിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ടെക്നിക്കൽ എക്സാമുകളിൽ ജനറൽ നോളജ് ഇല്ല, 100 മാർക്കിനും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ആ 80 മാർക്കിൽ നമ്മുടെ മെക്കാനിക്കലിൻ്റെ ഓരോ സബ്ജക്റ്റിലും ഉണ്ടായിരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് കാണുമ്പോൾ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, അതായത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന ഭാഗത്ത് നിന്നും ഏകദേശം 16 മാർക്കിനുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത് മെറ്റീരിയൽ സയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മെറ്റീരിയൽ സയൻസ് ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് മെഷീൻ ടൂൾസും മാനുഫാക്ചറിംഗ് പ്രോസസ് എന്ന ഭാഗത്തു നിന്ന് ഏകദേശം 11 മാർക്കിനുള്ള ചോദ്യം, 11 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു ആ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻ, അതായത് FM ആൻഡ് HM നിന്ന് ഏകദേശം 16 മാർക്കിന്, അതും 16 മാർക്കിന് ചോദിച്ചൊരു ഭാഗമായിരുന്നു. ദെൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അല്ലേ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് ഏകദേശം 13 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ദെൻ ഡിസൈൻ ഓഫ് നമ്മുടെ ഡിസൈൻ സബ്ജക്റ്റിൽ നിന്നും ചോദിച്ചത് 3 മാർക്കിന്. അതുപോലെ തന്നെ IC എൻജിൻസിൽ നിന്ന് ഏകദേശം 7 മാർക്കിനും, അതുപോലെ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ HMDക്ക് 3 മാർക്കും, അതുപോലെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ R&ACയിൽ നിന്നും ഏകദേശം 6 മാർക്കിനും യഥാക്രമമായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ വന്നത്. സോ നമുക്കറിയാം നമ്മുടെ PSCയുടെ എക്സാം പാറ്റേൺ മാറി വരികയാണ് അല്ലേ. സ്റ്റേറ്റ്മെന്റ് വൈസ് ഉള്ള ചോദ്യത്തിലേക്കൊക്കെ ഇപ്പോൾ PSC കടന്നിരിക്കുകയാണ്. സോ കൃത്യമായ രീതിയിലുള്ളൊരു പഠനം നമുക്ക് വളരെ ആവശ്യമാണ്. ഏണസ്റ്റ് അക്കാഡമി സീനിയർ ഡ്രില്ലർ എന്ന പോസ്റ്റിലേക്കുള്ള കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. വിദഗ്ധൻ നയിക്കുന്ന ക്ലാസ്സുകളും
മാറി വരുന്ന എക്സാം പാർട്ടുകൾക്കനുസൃതമായ സ്റ്റഡി മെറ്റീരിയലുകളും മോക്ക് ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും ലെക്ചർ വൈസ് ടെസ്റ്റുകളും അടങ്ങുന്നതാണ് ഏണസ്റ്റ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ. ഈ ഒരു കോഴ്സിന്റെ ഡെമോ ക്ലാസ് കാണാനുള്ള ഡെമോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. നമുക്ക് ഏവർക്കും അതൊന്ന് പരിശോധിക്കാവുന്നതാണ്. ഡെമോ ലിങ്കിനോട് ഒപ്പം തന്നെ ക്ലാസ് പർച്ചേസ് ചെയ്യാനുള്ള ആപ്പിലെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.